സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. മധ്യകേരളത്തിലും വടക്കൻ കേരളത്തിലും ശക്തമായ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. നിലവിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എറണാകുളം മുതൽ വയനാട് വരെയുള്ള ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പുമുണ്ട്. വയനാട് ബാണാസുര സാഗർ അണക്കെട്ടിന്റെ സ്പിൽവേ ഷട്ടറുകൾ ഇന്ന് തുറക്കും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സലീം മാലിക്കും ആൻമരിയ സണ്ണി കൊച്ചിയിൽ നിന്നും ചേരും. ആദ്യം സലീം മാലിക്കിലേക്കാണ്. സലീം, വെരി ഗുഡ് മോർണിംഗ്. എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്? ക്രിസ്റ്റീന, റീജിത്ത്, ഗുഡ് മോർണിംഗ്. മലയാളികൾ ചിങ്ങം തുടങ്ങുന്നത് അതിശക്തമായ മഴയോടുകൂടിയാകും എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. അതുതന്നെ വടക്കൻ ജില്ലകളിലും മധ്യ കേരളത്തിലും പൂർണ്ണമായും അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത്. ഏറ്റവും ഒടുവിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറത്തിറക്കിയ മുന്നറിയിപ്പ് പ്രകാരം തിരുവനന്തപുരം ജില്ലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും മറ്റെല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കുമുള്ള സാധ്യതയാണുള്ളത്. അതിനും അപ്പുറത്തേക്ക് മഴ മുന്നറിയിപ്പിലേക്ക് പോകുമ്പോൾ കണ്ണൂരും കാസർഗോഡും ഓറഞ്ച് അലർട്ട് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കൽപ്പിക്കുന്നത്. അതിനുശേഷം എറണാകുളം മുതൽ ഇങ്ങോട്ട് എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഇവിടങ്ങളിലൊക്കെ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് നൽകിയിരിക്കുന്നത്. മറ്റു ജില്ലകളിൽ മഴ മുന്നറിയിപ്പില്ല. തെക്കൻ ജില്ലകളിലാണ് നിലവിൽ മഴ മുന്നറിയിപ്പ് ഇല്ലാത്തത്. ഈ കാലവർഷം തുടങ്ങിയത് മുതൽ തന്നെ വടക്കൻ ജില്ലകളിലും മധ്യ കേരളത്തിലുമാണ് അതിശക്തമായ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് സമാനമായി തന്നെ ഈ മഴ തുടരും എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. ന്യൂനമർദ്ദം ഈ നിലയിൽ തന്നെ തുടരുന്നത് കൊണ്ട് മഴയുടെ ശക്തിയും ഇതേ അളവിൽ തന്നെ തുടരും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. മാത്രമല്ല, ഈ മാസം 20 വരെയും മഴയുടെ ശക്തി ഇങ്ങനെ തന്നെ നിൽക്കാനാണ് സാധ്യത എന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പായി നൽകുന്നു. അതിൽ തന്നെ കണ്ണൂരും കാസർഗോഡുമാകും 20 വരെയും അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ടാവുക. നാളെയും ഈ ജില്ലകളിൽ ഇപ്പോൾ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റന്നാൾ കാസർഗോഡും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ നിലവിൽ ഈ പെയ്യുന്ന മഴ അതേ അളവിൽ തന്നെ ഈ ജില്ലകളിൽ പ്രത്യേകിച്ചും വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ശക്തിയായി തന്നെ തുടരും എന്നുള്ളൊരു നിലയാണ് നിലവിലുള്ളത്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിലുള്ള മത്സ്യബന്ധന വിലക്ക് ഇന്നും തുടരുകയും ചെയ്യും. ക്രിസ്റ്റീന, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.